തവനൂരിൽ ആവശ്യമില്ലാതൊരു വാഗ്ദാനം നൽകി ഒരു ലീഗ് നേതാവിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് വരുന്നു. തവനൂരിലെ വിദേശയാത്രാ വാഗ്ദാനത്തിൽ മുസ്ലിം ലീഗ് നേതാവ് CP ബാവഹാജി പറഞ്ഞത് VS ജോയിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് കൊടുക്കുന്ന ബൂത്ത് കമ്മിറ്റിയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും അങ്ങ് UAE-യിലേക്ക് 15 ദിവസത്തെ വിദേശയാത്രയ്ക്ക് കൊണ്ടുപോകുമെന്നാണ്. ബാവഹാജിയുടെയും പണമൊക്കെ ഉണ്ടാവും, പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്നാണ് തിരൂർ പോലീസ് പറയുന്നത്. മുബഷിർ അക്ബറുണ്ട്. മുബഷിർ അക്ബർ, ആവശ്യമില്ലാതെ വാഗ്ദാനം ചെയ്ത് ബാവ പണി വാങ്ങിച്ചു വെച്ചോ? എന്താണ് പോലീസിന്റെ നിരീക്ഷണം? കേസെടുത്തിരിക്കുന്നുവെന്നറിയുന്നു. കാര്യം കുറച്ച് സങ്കീർണമാവുമോ മുബഷിർ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും കുറച്ച് സങ്കീർണമാണ്, കുറച്ച് ഗൗരവതരമായിട്ടുള്ള വിഷയം കൂടിയാണ്. നേരത്തെ ജില്ലാ കളക്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും തവനൂർ നിയോജക മണ്ഡലത്തിലെ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള CP ബാവഹാജി നടത്തിയ ഒരു പ്രസംഗത്തിനെതിരെയാണ് ഇപ്പോൾ തിരൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വിദേശയാത്രാ വാഗ്ദാനം അത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് നടത്തിയ വാഗ്ദാനമാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ മാതൃക പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തിരൂർ SHO അനിൽകുമാർ മേപ്പള്ളിക്കാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടും വലിയ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയാൽ ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകും. അതവിടെയുള്ള UDF സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ തിരിച്ചടിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റായുള്ള CP ബാവഹാജിക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തവനൂർ UDF സ്ഥാനാർത്ഥി VS ജോയിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം സമ്മാനിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റിക്കായിരുന്നു ഈ ബാവഹാജി വിദേശയാത്ര വാഗ്ദാനം ചെയ്തിരുന്നത്. ദുബായിലേക്ക് കൊണ്ടുപോകും, വിജയിച്ചു കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതും പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അധികൃതർ റിപ്പോർട്ട് തേടി. തൊട്ടു പിന്നാലെ പോലീസും ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നു. അരുൺകുമാർ, ഈ 15 പേരെയൊക്കെ വിദേശത്ത് കൊണ്ടുപോകണമെങ്കിൽ, പ്രത്യേകിച്ച് UAE പോയി 15 ദിവസമൊക്കെ താമസിക്കണമെങ്കിൽ ഒരാൾക്ക് നമ്മൾ ശരാശരി എമിറേറ്റ്സിലാണ് പോകുന്നതെങ്കിൽ ഒരു 35,000 വെച്ച് 70,000 രൂപ ടിക്കറ്റ് UAE-ലേക്ക്. ഇപ്പോഴത്തെ സാഹചര്യത്തിലല്ല, പഴയ സാഹചര്യത്തിലാണെങ്കിൽ പോലും 70,000 രൂപ ഒരാൾക്ക് ടിക്കറ്റ് മാത്രം. ഒരു ദിവസം അവിടെ ഹോട്ടലിൽ താമസിക്കുന്നതിന് ശരാശരി ഒരു 6,000-7,000 രൂപ ഇന്ത്യൻ കറൻസി. അപ്പോൾ 15 ദിവസത്തേക്ക് വന്നാൽ 90,000 രൂപ. ഒരാൾക്ക് മാത്രം 1,60,000 രൂപ ചിലവ് വരും. അങ്ങനെ 15 ദിവസത്തെ ടൂറാണ് ഒരു ബൂത്ത് കമ്മിറ്റിക്ക് മുഴുവൻ CP ബാവഹാജി വാഗ്ദാനം ചെയ്തത്. എല്ലാ കാര്യം ഉണ്ടായിരുന്നു ബാവഹാജി. ഇപ്പോൾ കേസായില്ലേ? വാഗ്ദാനമൊക്കെ രഹസ്യമായിട്ട് പറയണ്ടേ? ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ? അവരെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, വേറെ ഒന്നും ലക്ഷ്യം വെച്ച് പറഞ്ഞതല്ല. സ്വന്തം സഹപ്രവർത്തകർക്ക് ഒരു ഉഷാർ കൊടുക്കാൻ പറഞ്ഞ. ജയിച്ചാലുണ്ടല്ലോ ബിരിയാണി വാങ്ങിച്ചിരുന്നു പറയുന്നതിന് പകരം ബാവഹാജി പറഞ്ഞു UAE കൊണ്ടുപോകാന്ന് പറഞ്ഞു. നമ്മുടെ ചോദിച്ചാൽ നമ്മൾ പറയും തിരുവനന്തപുരം കാണിച്ചിട്ട് വരാമെന്ന് പറയും. അത്രയല്ലേ മക്കൾ കൊണ്ട് പറ്റും.